കോട്ടയത്ത് വെൽഫെയർ പാർട്ടിക്ക് നൽകിയ സീറ്റിൽ കോൺഗ്രസ് റിബൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് റിബൽ സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണ് വെൽഫെയർ പാർട്ടിക്ക് നൽകിയത്. സീറ്റ് നൽകിയതിൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാവുകയാണ്. വെൽഫെയർ പാർട്ടിയെ തൃപ്തിപ്പെടുത്താൻ ലീഗിനെയും അവഗണിച്ചു എന്ന ആരോപണവും കൂടെ ഉയരുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നണി ധാരണ ഉണ്ടായിരുന്നില്ലേ നേരത്തെ തന്നെ? ഈ സീറ്റ് വിഭജന നിർണയ ചർച്ചകളിൽ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റ് വിട്ടുകൊടുക്കാം എന്ന കാര്യത്തിൽ ഒരു ധാരണ നേരത്തെ തന്നെ അത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിരുന്നില്ലേ സനോജ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, അതായത് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് പിന്തുണ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായ ഒരു കൂട്ടുകെട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ സംഭവിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിലെ 10ാം വാർഡിൽ വെൽഫെയർ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. അവിടെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയപ്പെടുന്നത് പാചകവാതക സിലിണ്ടറാണ്. എന്നാൽ ആ പാചകവാതക സിലിണ്ടർ ഒഴിവാക്കിയിട്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ലെവലിൽ ഇവർ മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ ജില്ലയിലെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയാണ് എന്നും ഈ 10ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നുള്ള പോസ്റ്ററും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസ് ഈ പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിക്ക് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 1-2 വാർഡുകളിൽ കുറച്ച് വോട്ടുകളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടിക്ക് കാര്യമായ വോട്ടില്ലാത്ത 30-ൽ താഴെ മാത്രം വോട്ടുള്ള കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സീറ്റ് വിട്ടുകൊടുത്തത്. ഈ സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ 8-9 വാർഡുകൾ നേരത്തെ ലീഗിൻ്റെ വാർഡായിരുന്നു. എന്നാൽ ലീഗിനെ ഒഴിവാക്കിക്കൊണ്ട് 8ാം വാർഡിൽ നിന്നും സീറ്റ് വാങ്ങി അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നു. പിന്നീട് ലീഗിന് വിജയസാധ്യതയില്ലാത്ത 7ാം വാർഡ് കൊടുക്കുന്നു. അങ്ങനെ ലീഗിലും ഈ കാര്യത്തിൽ അസംതൃപ്തി പുകയുന്നതിനിടയിലാണ് വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം കോൺഗ്രസ് പാർട്ടിയിൽ മൂർച്ഛിക്കുന്നത്. 10ാം വാർഡ് കോൺഗ്രസിൻ്റെ ഉറച്ച വാർഡാണ്. മൃഗീയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച വാർഡാണ്. ആ വാർഡ് വെൽഫെയർ പാർട്ടിക്ക് വിട്ടുകൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവും INDC പ്രവർത്തകനും നേതാവുമൊക്കെ ആയിട്ടുള്ള നജീബ് കാഞ്ഞിരപ്പള്ളിയുടെ ഭാര്യയായി മത്സരരംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അവിടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സുർമി ടീച്ചർ എന്ന ഒരു യുവതിയാണ്. അവർക്കെതിരെയാണ് ഇപ്പോൾ റസീന നജീബ് എന്ന് പറയപ്പെടുന്ന ആ പ്രദേശത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവായിട്ടുള്ള നജീബിൻ്റെ ഭാര്യയെ കളത്തിലിറക്കിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടുന്നത് കോൺഗ്രസ് പാർട്ടിക്കും UDFനും കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള ഒരു വികാരമാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ വെച്ച് പുലർത്തുന്നത്. ഈ റസീനയെ കളത്തിലിറക്കുമ്പോൾ മറ്റ് പല നേതാക്കന്മാരുടെ പിന്തുണ കൂടി പരോക്ഷമായി ഈ നജീബിന് ലഭിച്ചിട്ടുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നജീബ് ആ കാര്യം നമ്മളോട് പരസ്യമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഏതായാലും വെൽഫെയർ പാർട്ടിക്ക് കൊടുത്ത സീറ്റിൽ, അതായത് വെൽഫെയർ പാർട്ടി UDF സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന സീറ്റിൽ കോൺഗ്രസിൻ്റെ റിബൽ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇത് സമീപ വാർഡുകളിൽ കൂടി കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിനിഷ. ശരി, ഏതായാലും കോട്ടയത്തെ സംബന്ധിച്ച വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. വെൽഫെയർ പാർട്ടി അത്തരത്തിലുള്ള പാർട്ടികളുടെ ഒന്നും പിന്തുണ വേണ്ട എന്ന് പറയാൻ കോൺഗ്രസിന് ഒരിക്കലും സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ നന്നായി, ജമാഅത്ത് അടക്കമുള്ള പാർട്ടികളൊക്കെ നന്നായി എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രാദേശികമായ ഘടകകക്ഷികളെയും കൂടെ ഘടകകക്ഷികളെന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിൽ പോലും അവരുടെ പിന്തുണയോട് കൂടി തന്നെയാണ് പലയിടങ്ങളിലും കോൺഗ്രസ് മത്സരിക്കുന്നത് എന്ന ചിത്രം കൂടെയാണ് തെളിഞ്ഞ് പുറത്തേക്ക് വരുന്നത്.